റംസാനിലെ ചന്ദ്രികയോ അയകിൻ പൂങ്കൊടി അയിൻ പൂങ്കൊടി ജാരിജ് ആരിജ് ആരിജ്. നല്ല സുലൈമാനി. ഞാനാ ചോ എന്റെ മാമ. ഞാൻ മാമനെ വെറുതെ തെറ്റിദ്ധരിച്ചു. മാമൻ പറഞ്ഞതൊക്കെ സത്യ. അതാണ് നമ്മള് സത്യമേ പറയുള്ളൂ. എന്താ ഉണ്ടായെന്നറിയോ? ഞാൻ ആ മസാല ചായ ഉണ്ടാക്കിയിട്ടില്ലേ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതും കുടിച്ചോണ്ട് ഞാനും സുബും കൂടെ പുറത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒരു പയ്യൻ വന്നിട്ട് അവൻ അച്ഛാന്നൊരു വിളി. അച്ഛാന്ന് വിളിച്ചപ്പോ ഞാൻ എന്താ വിചാരിക്കണേ, ഏതോ ഹിന്ദിക്കാരൻ അച്ഛ എന്ന് പറയുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് അതൊന്നും അല്ല. ഈ പയ്യൻ വന്ന അച്ഛാന്ന് വിളിച്ചത് ഇവന്റെ മുഖത്തൊരു ഞെട്ടല്. അപ്പോഴാണ് ഞാൻ ആ പയ്യന്റെ മുഖം സൂക്ഷിച്ചൊന്ന് നോക്കിയത്. ആ പയ്യന്റെ മുഖം ഇവനെ ഫോട്ടോ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പോലെ ഇരിക്കുന്നു. ഇവൻ വെറും ഉഡായിപ്പാണ്, ഉഡായിപ്പിന്റെ ഉസ്താദാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന് കൊച്ചി വേണ്ടവൻ അച്ചി വേണ്ട. അവന് കൊച്ചിയിൽ വേറെ അച്ചിയുണ്ട്, അതിലൊരു കൊച്ചുണ്ട്. അതിനാണ് അച്ഛാന്ന് വിളിച്ചത്. ഇവന് കൊച്ചിയിൽ ഒരച്ചിയല്ല, ഒരു 16 അച്ചി ഉണ്ട്, 16,000 മക്കളും ഉണ്ട് എന്നാണ്. ഇവൻ ശ്രീകൃഷ്ണനാണ്, ശ്രീകൃഷ്ണൻ. ഇവനെ വിശ്വസിച്ചാണല്ലോ ഞാൻ ഇറങ്ങി വന്നോന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അല്ലേലും ഇങ്ങനെയാണ്. എനിക്ക് മണ്ടത്തരങ്ങൾ മാത്രമേ ലൈഫ്. ഇവന്റെ ഫാമിലി പണ്ടത്തെ രാജാക്കന്മാരെ എന്താ പറയാ, മറ്റേ എന്റെ പാട്ടിലെ രാജാക്കന്മാരെ അവരാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അവർക്കാണെങ്കിൽ നിരന്നിട്ടുള്ള ഭാര്യമാരാ, പോണ സ്ഥലത്തൊക്കെ ഭാര്യമാരാ. അല്ല, ഇവന്റെ അഭിനയം കണ്ടില്ലേ? മോളെ ശോഭനേന്നൊക്കെ വിളിച്ചിട്ട് അവൻ അഭിനയിച്ചപ്പോ ഞാനതിൽ വീണുപോയി. എനിക്കിത് തന്നെ കിട്ടണം. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഞാനങ്ങനെ പതറൊന്നുമില്ല. മോള് പതറരുത് മോളെ. ഞാൻ അങ്ങോട്ടേക്ക് അവനെ പോയിട്ടുണ്ടല്ലോ, അങ്ങോട്ടങ്ങനെ മുറിച്ചാലോ? മുറിച്ചാ പോരാ മാമ, വെട്ടി നുറുക്കണം. അല്ല, വെട്ടി നുറുക്കാന്ന് പറയുമ്പോ പിന്നെ ഞാൻ ചെയ്യില്ല. ജയിലിലൊന്നും പോകേണ്ടി വരില്ല. എന്തുണ്ടെങ്കിലും ഞാൻ നേരിട്ടോളാം. മാമനൊന്ന് പോയേ, വേഗം പോ. ബാക്കി എന്താ വേണ്ടത് ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കട്ടെ. എന്നെയാണ് അവൻ നോവിച്ചു വിട്ടിരിക്കണം. മൂർക്കം പാമ്പിനെയാണ് അവൻ നോവിച്ചു വിട്ടിരിക്കണം. മൂർക്കം പാമ്പിനെ ചവിട്ടിന്നല്ലേ? ഞാൻ ആരാന്ന് അവന് മനസ്സിലായിട്ടില്ല. എന്താ വേണ്ടി മോമൊന്ന് പോയിട്ട് അവനൊന്ന് കണ്ടേച്ചു വരാം. അവന്റെ ഒരു കളി ഇങ്ങോട്ടല്ല, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എന്നോടാണല്ല അവന്റെ കളി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പൊന്നു മോളെ മുത്തണം പറയട്ടെ, നീ ഒന്ന് ഇരിക്കേ. എന്താ പറ? അവനും ആ എഴുതാൻ വന്നോനില്ലേ, അവന്മാരും രണ്ടുപേരും കൂടെ ഒരു 3 ദിവസമായിട്ട് കാണാതായി എങ്ങാണ്ട് പോയിരിക്കുമായിരുന്നു, കൊച്ചിയിൽ എങ്ങാണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നോട്. മോളെ, അവർ രണ്ടുപേരും കൂടെ അവിടെ വാതുക്കം നിന്ന് സംസാരിച്ചപ്പോൾ ഏതോ ഒരു തലതെറിച്ച പയ്യൻ വന്ന് അവനെ അച്ഛാന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അത് അവന്റെ കുട്ടി തന്നെ ആയിരിക്കും. ആയവാനാണ് സാധ്യത. അക്കാര്യം എന്നോട് ശോഭന പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നീ അപ്പളാ കയറി വന്ന അതിൻ്റെ ഇടയ്ക്ക്. നിങ്ങൾ അത് തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നത്? നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ച്. അവൾ അക്കാര്യം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, ഞാനത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. എന്റെ നൻപനില്ലേ, അവനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഇനി ഈ പെൺപിള്ളാരെയൊക്കെ ചീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെബിലൈസർ ഇല്ലേ, വുമനൈസർ ആണോ ഉദ്ദേശിച്ചത്? ആ സാധനം. നിനക്ക് എങ്ങനെയാ അത് മനസ്സിലായേ? അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എടി, ഇവള് വന്നപ്പോ പറഞ്ഞില്ലേ, ബാംഗ്ലൂരിൽ ഇവിടെ കൂട്ടുകാരെ കൊണ്ട് എങ്ങാണ്ട് ഹോട്ടലിൽ പോയി ബില്ല് കൊടുത്തില്ല, കാശ് കൊടുത്തില്ല, പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞില്ലേ? അത് അവൻ തന്നെയാ. അപ്പൊ ആ പരട്ട പറഞ്ഞവന് വേറെ ഒരിട്ടുണ്ടെന്ന് വെറുതെ പറയണേ. ഇത് തന്നെ ഞാൻ രണ്ടാളോട് ആദ്യം തൊട്ട് പറഞ്ഞോണ്ടിരുന്ന. അവൻ ശരിയല്ലാന്ന്. അതെന്താണേലും കൊള്ളാം. ഇനി നിങ്ങൾ രണ്ടുപേരും അവന്റെ കൺമുമ്പിൽ ചെന്ന് വെട്ടേക്കല്ലേ? ഞാനൊന്നും വിടൂല, അണ്ണം നോക്കിയാ മതി. എന്നിട്ട് മുത്തണ്ണ പിന്നാലെ നടക്കണ്ടല്ലോ. ഞാനെന്റെ നൻപനല്ലേ, എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എനിക്കിപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാകാൻ തുടങ്ങിയത്. നിങ്ങൾ അങ്ങനെ ചെയ്യല് കേട്ടോ. അവന്റെ മുമ്പിൽ പോയില്ല. അവന് കണ്ടാൽ ഗർഭം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് അവന്. എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പഴയ കൂട്ടുകാരൻ. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ അവന്റെ കാഴ്ചയിൽ കൂടെ ഗർഭമൊക്കെ ഉണ്ടാക്കാൻ അവന് കഴിവുണ്ടെന്നൊക്കെ. അത്രയ്ക്ക് പെണ്ണുപിടിയാനാണെന്ന്. അത്രയും വൃത്തിയായിട്ടാൻ തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ പോകരുത് അവരുടെ മുമ്പിൽ കേട്ടോ. എനിക്ക് നിങ്ങളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. നിങ്ങളും പോവാൻ നിൽക്കണ്ട. ഞാൻ പോത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇനിയുമായിട്ട് ഒരു കൂട്ടുകെട്ടും ഇല്ല, ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനമാക്കിയിട്ട് വരാം. വേഗം ചെയ്ത് കേട്ടോ. എന്താ എന്തുവാടാ മൊത്തത്തിൽ പ്രശ്നമാണല്ലോടാ. ഇവളുമാരാണ് എനിക്ക് സൗകര്യമല്ലടാ. എനിക്കൊന്നും അറിയത്തില്ല. ഒരു കൊച്ചിറക്കം ഇവിടെ വന്നിച്ചാണെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാൻ ചായ ഒക്കെ കുടിച്ച് ഒരു നമ്മളോട് പുറത്തു പോയായിരുന്നല്ലോ മറ്റേ പടത്തിന്റെ കാര്യത്തിന് വേണ്ടി.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവിടെ ഹോട്ടലിൽ പിടിച്ചു നിർത്തി. നിനക്കറിയാം പൈസ കൊടുക്കില്ല, 2-3 ദിവസം അവിടെ താമസിച്ചേ. അവൻ എങ്ങനെയാണ് ആകോട്ടെ, എനിക്ക് അവന്റെ കാര്യമല്ല അറിയണ്ട. ആ വന്ന പയ്യൻ ആരാ, എന്നാ പ്രായമുണ്ട്, നിനക്ക് വല്ല അബദ്ധം പറ്റിയാണോടാ? നിനക്കറിയാത്ത എനിക്ക് ഏത് ബന്ധങ്ങളാ ഉള്ളത്? എന്നാലും നമ്മുടെ കയ്യബദ്ധം പറ്റത്തില്ല എവിടെയെങ്കിലും. ഒന്നുമല്ല, ആരോ അറിഞ്ഞുകൊണ്ട് വല്ലതും ചെയ്തായിരിക്കും. എനിക്കറിയത്തില്ല, എനിക്ക് ആ പയ്യനെ അറിയത്തില്ല. എനിക്കറിയത്തില്ല, ചുമ്മാ ഞാനും അവളോട് ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. എൻ്റെ പെണ്ണുമ്പിള്ളയാണ് എനിക്ക് സൂര്യം തരുന്നില്ല. നീ കാരണം എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടി. നിന്റെ പെണ്ണുമ്പിള്ള എങ്ങോട്ടും പറഞ്ഞു വിടരുത് കേട്ടോ. അവൾ ന്യൂസ് സ്റ്റോക്ക് ചെയ്യാൻ ഭയങ്കര മിടിക്കുക. അപ്പുറത്തെല്ലാം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിലും പിന്നെ ജീവിക്കൊക്കത്തില്ല. ഏട്ടാ, ഞാൻ അവളെ ഒരു പരിധിക്ക് സമാധാനമാക്കി വരുമ്പോഴത്തേക്ക് അവിടെ അനിയത്തി കയറി വരും. എനിക്കൊന്നും ചെയ്യാൻ വയ്യ അളിയാ. ആ പെണ്ണ് തിരിച്ചു പോകുന്ന സമയമായില്ലേ? ഞാൻ അവളെ പാക്ക് ചെയ്യാനുള്ള പണികളൊക്കെ നോക്കുന്നുണ്ട്. പോകുന്നില്ലടാ. അവൾക്ക് ചെലവിന് കൊടുത്ത് കുടുംബം വെക്കേണ്ട അവസ്ഥയിലെത്തി ഞങ്ങള്. ആറ്റക്കേസായി എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സത്യമായിട്ട് ഈ പാനപാത്രത്തിൽ എനിക്കൊരു പങ്കുമില്ല. സത്യമായിട്ട് ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കും. പെണ്ണുങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് നമുക്ക് എന്താ, നിനക്കറിയാത്ത അല്ലല്ലോ. നിന്റെ പെണ്ണുമ്പിള്ളെ വിശ്വസിപ്പിക്കാൻ നീ എത്ര പാടുപെടുന്നു എന്ന് പറയുന്ന പോലെ എൻ്റെ പെണ്ണുമ്പിള്ളെ ഒന്നും അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെന്നേ പറഞ്ഞു അവള് കത്തിയും കൊണ്ടാണ് നടക്കുന്നത്. നിനക്കറിയാവോ? എടാ, ശോഭനെ ഒന്നും നീ കൺവിൻസ് ചെയ്യിക്കോ. നീ ഒന്ന് ഓർത്ത് നോക്ക്. എൻ്റെ ആണെങ്കിൽ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ശോഭനെ അടുത്ത് കള്ളം പറഞ്ഞു ചെയ്യാൻ നിനക്ക് വാടക കഴിഞ്ഞ ആഴ്ച വന്നില്ലടാ. ഒന്ന് കൺവിൻസ് ചെയ്യടാ മുത്തു. നീ എന്റെ മുത്തല്ലേടാ മുത്തു. മുത്തു, പണ്ട് നീ IIT റൂർക്കിയുടെ ലേഡീസ് ഹോസ്റ്റലിൽ ചാടിയപ്പോ ഞാനല്ലടാ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത്. ചേട്ടാ, അതൊക്കെ പയ്യെ പറ. എൻ്റെ പെണ്ണുമ്പിള്ള കത്തിയും കൊണ്ട് നടക്കും. അവളെങ്ങാനും കേട്ടാലേ എൻ്റെ പെടലി പോകും. അവിടുത്തെ കൊടകന്മാരെടുത്തിട്ട് ഇടിക്കേണ്ട സമയത്ത് ഞാനല്ലേ നിന്നെ രക്ഷപ്പെടുത്തി. എനിക്ക് നീ ഇപ്പൊ ഒന്ന് രക്ഷപ്പെടുത്തോടാ. നീ ഇത്രയുള്ള കൂട്ടല്ല. ഞാൻ പരിഹരിക്കാം. ഞാൻ സംസാരിക്കാം. ഞാൻ ശോഭനയോട് സംസാരിക്കാം. എത്ര മണിക്കൂർ വേണേലും ഞാൻ സംസാരിക്കാം. ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. நிஜமா சொல்றேன், சத்தியமா சொல்றேன். கடு சொல்றேன். எங்க அம்மா மேல சத்தியம். கண்டிப்பா உனக்கு பண்ணி தரேன் நான். ശോഭന എങ്ങനെ இருக்கா இப்போ? സാറിൻ്റെ കാണും. അടുക്കളയിൽ കാണും. நான் பேசிட்டு வந்துடுறேன். இங்கே இரு. மா சோபனா, நீ இன்னும் நண்பன் ரொம்ப கவலையா இருக்கான். நீ கோவப்படாதம்மா. கொஞ்சம் அவனை மன்னிச்சிருமா. എന്ത്? அவனை மன்னிச்சிருன்றேன். അയ്യടാ, அவன் பாவம் இல்லையா? அவன் ஒரு வருத்தப்படுறான்மா. எனக்கு பார்க்க முடியல அவனை. அவன் தப்பு பண்ணியிருக்கான். நான் இல்லைன்னு சொல்ல வரல, நியாயப்படுத்தலை. இதுதானே நீ லைட்டாக மன்னிச்சிட. இப்போ எங்கள் ஊர்லலாம் ஒரு சொல்லுண்டு, கல்லானாலும் கணவன் புல்லானாலும் புருஷன் அப்படின்ட்டு. இப்போ ஆம்பளைங்க சின்ன சின்ன தப்புலாம் பண்ணாலும் பொம்பளைங்க தான் அதை பொறுத்து போகணும். അയ്യടാ, സൗകര്യം ഇല്ലെങ്കിലോ പൊറുക്കാൻ? അവന്റെ ചുറ്റിലും കള്ളത്തരങ്ങളാ. എനിക്ക് അവനെ ഇനി വിശ്വാസം ഇല്ലെങ്കിലോ? அப்படிலாம் சொல்லாதம்மா. அவன் நல்லவன் தான், ரொம்ப நல்லவன் இல்லை, அவ்வளோதான். மன்னிச்சு விட்டுறேன். வாட் கோகனட் ஆர் யூ சேயிங்? அப்படின்றியா? அப்போ என்ன பண்ணலாம்? அவனை நமக்கு டிவோர்ஸ் பண்ணி விட்டுலான்றியா? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോളാം. നിങ്ങൾ എന്തിനാ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല ഉപദേശം. இல்லை, எனக்கு அதை தெரிஞ்சுக்கிட்டு கொஞ்சம் வேலைகள்லாம் இருக்குது, அது பண்ணலான்னு பார்க்குறேன். എന്ത് വേല? அது எப்படி சொல்றது? തങ്ങളെന്ത് ഉദ്ദേശിക്കണേ? அப்படி உத்தேசமாலாம் எதுவும் இல்லைம்மா எனக்கு. ഇല്ലല്ലോ അല്ലേ? இல்லை, நான் அது என்ன ஃப்யூச்சர் பிளான் தெரிஞ்சுக்கலான்னு பார்க்குறேன். புரியல. പുരിയില്ല. நண்பனோட விஷயத்த மன்னிப்பியா? സൗകര്യമില്ല. என்னம்மா நீ அது மன்னிச்சு விட்டுருமா, நண்பன் இல்லையா? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വരുന്നത്? എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നെ ഒന്ന് മനസ്സമാധാനത്തിൽ ഇരിക്കാൻ വിടുവോ? நீ இருமா. எதனா உன்னால பண்ண முடிஞ்சு உனக்கு எதனா ஹெல்ப் வேணும்னா நீ என்ன கூப்பிடுமா. நான் ഒന്നാമത് എനിക്ക് നിങ്ങളുടെ ഈ ഭാഷയെ ഇഷ്ടമല്ല. ഒന്നുകിൽ മലയാളം സംസാരിക്കുക, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കും. എന്ത് ഭാഷയാ ഇത്? ഒന്ന് പോയേ അവിടുന്ന്. சரிம்மா. എവിടുന്ന് വരുന്ന ഇതൊക്കെ? ദൈവമേ, എന്നാലും ആ പയ്യനാരായിരിക്കും? ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നീ പോടാ. നീ എന്താ വിചാരിച്ച എന്നെ പറ്റിക്കാനാ? എന്തൊക്കെയായിരുന്നു അവന്റെ ഒരു കഴിവ്? എനിക്കറിയത്തില്ല ചെറുക്കനെ. തൊട്ടാ ഞാൻ നിന്റെ കൈ ഞാൻ വെട്ടും ഞാൻ. ശോഭന, ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോടി. ഇങ്ങോട്ട് വിളിച്ചേ. ഏത് കഷ്ണി തലേൻ? വിളിക്കാവനെ. ദേവസ്യോ? ആ, അയാളെന്നെ. അയാൾ എന്തോ ചെയ്തു? ഇയാൾ അച്ഛനെ വിളിച്ച് എനിക്ക് ഡയറി മിൽക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞു. 2 ഡയറി മിൽക്ക്. എന്നിട്ട് അയാൾ ഒരെണ്ണം തന്നു ഒറ്റിച്ചു. അയാൾ ഇടിക്കുന്ന വിളിക്കാവനെ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു അയാളാണ് കാര്യമാണ്. നീ ഒന്ന് പോന്ന ഓടി.
കൊലച്ചതിയായി പോയി. പോടാ സുബു.